എൻ്റെ വീട്ടിൽ 2 പേരമരമാണുള്ളത്. ഒന്ന് ഈ പേരമരമാണ്. ഇതിൽ ഉണ്ടാകുന്ന കായ്കളുടെ നിറം ചുവപ്പാണ്. ഈ നിൽക്കുന്ന പേരയിൽ നിന്ന് വെള്ള നിറത്തിലുള്ള കായ്കളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ നിൽക്കുന്നത് പോലെ നിറയെ കായ്കൾ ഉണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ നിൽക്കുന്ന പേരമരത്തിൽ നിന്ന് ലഭിച്ച പേരയ്ക്കയാണിത്. ഞാൻ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അതാണ് ഈ വീഡിയോയിൽ കുറച്ച് സൗണ്ട് ഉള്ളത്. ഇത് എൻ്റെ വീട്ടിലെ കിലോ പേരമരമാണ്. ഇത് കഴിഞ്ഞ തവണ നമ്മൾ കിളികളുടെയും തത്തയുടെയും ഒക്കെ ശല്യം കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കവറിട്ട് പൊതിഞ്ഞായിരുന്നു നിർത്തിയിരുന്നത്. ആ കവറുകളാണ് അതിൽ നിൽക്കുന്നത്. ഈ നിൽക്കുന്ന കമ്പുകളിൽ എല്ലാത്തിലും പൂക്കളും കായ്കളുമൊക്കെ ഉണ്ട്. ഇരയിൽ നന്നായി കായ്കൾ ഉണ്ടാകാൻ വെയിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നടാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതിലൊന്നും കായ്കളില്ലല്ലോ എന്ന്. കണ്ടില്ലേ, നിറയെ പൂക്കളും കായ്കളും വരുന്നുണ്ട്. പല ടൈപ്പിലുള്ള കായ്കളാണുള്ളത്. ഇപ്പോൾ വ്യക്തമായി കാണാമെന്ന് കരുതുന്നു. ഇതിൻ്റെ അടുത്തായി ധാരാളം ചെടികളും നട്ടിട്ടുണ്ട്. ഈ നിൽക്കുന്ന കമ്പുകളിലൊക്കെ കണ്ടില്ലേ നിറയെ കായ്കൾ നിൽക്കുന്നത്. ഇതുപോലെ കായ്കൾ ഉണ്ടാകാൻ ഏത് വളമാണ് ഞാൻ നൽകുന്നതെന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പിലുള്ള പേരമരമാണുള്ളത്? നാടനാണോ അതോ ഹൈബ്രിഡാണോ? എത്ര കളറുണ്ട് എന്നെല്ലാം കൂടി കമൻറ്റ് ചെയ്യുക. വളം ഇട്ട് കൊടുക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഈ പേരമരത്തിൻ്റെ ചുവട് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം വളമിട്ട് കൊടുക്കുക. അർക്കപ്പൊടിയും കോഴിക്കാഷ്ടവുമാണ്. അർക്കപ്പൊടിയാണ് ഞാൻ കോഴിക്കോട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ചുവട് കുറച്ച് ഇളക്കിയതിന് ശേഷമാണ് ഈ കാണിച്ച വളത്തിൽ നിന്നും പകുതി ഇട്ട് കൊടുത്തത്. 2 പേരയിലും ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നു. പേരയിൽ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ചുവട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം വളം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മഴ ആയതുകൊണ്ട് തന്നെ മണ്ണ് ഒലിച്ചു പോകും. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതിന് ചുറ്റും നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വളമിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത്.